ഈ ഭാഗം 2 ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഭാഗം 2 എന്ന് ഉദ്ദേശിക്കുന്നത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 2002 അവസാനമായിട്ട് SIR കേരളത്തിൽ നടന്നത്. അപ്പോൾ അന്നത്തെ ഒരു SIRൻ്റെ ഡീറ്റെയിൽസും വോട്ടർ പട്ടികയുണ്ട്. ആ ഡീറ്റെയിലിൽ ഉൾപ്പെട്ട ആളിനെയാണ് എഴുതേണ്ടത്. അതായത് ഈ ആൾ നമ്മുടെ ഈ മുകളിൽ പേരും ക്രമനമ്പറും ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ 2002 SIR ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഈ ഫോട്ടോയിലുള്ള ആൾ തന്നെയാണ് 2002 SIR ഉണ്ടെങ്കിൽ മാത്രം അവരുടെ ഡീറ്റെയിൽ എഴുതുക. ഇല്ലാത്ത ആൾക്കാർ എഴുതേണ്ടത് ഈ വലതുവശത്താണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ വോട്ടറുടെ പേര് നവീൻ എന്ന് എഴുതുന്നു. അപ്പോൾ ആ സമയത്ത് 2002 എപ്പിക് നമ്പർ വേറെ ആയിരിക്കും. അത് നിർബന്ധമില്ല, നിർബന്ധമില്ല. അന്ന് മിക്കവാറും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന KL സീരീസിലുള്ള എപ്പിക് നമ്പറാണ്. ആ എപ്പിക് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അന്ന് ലഭ്യമായ എപ്പിക് നമ്പർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, അന്ന് പേര് മാത്രം അടിച്ചു പോയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട. അപ്പോൾ ഈ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ, ഇപ്പം വോട്ടറുടെ പേര് നവീൻ ആണെങ്കിൽ നവീൻ്റെ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ആ വോട്ടർ ID കാർഡിലുള്ള റിലേറ്റീവിൻ്റെ പേരാണ് എഴുതേണ്ടത്. വോട്ടർ ID കാർഡിലുള്ള റിലേറ്റീവിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതായത് അന്ന് 2002 നമ്മുടെ വോട്ടർ ID ഉണ്ടെങ്കിൽ ഒരാളുടെ റിലേറ്റീവ് ഉണ്ടാവും, ആ ബന്ധുവാണ് ഇവിടെ എഴുതേണ്ടത്. അയാളുടെ ബന്ധുവും ആ ബന്ധത്തിൻ്റെ അയാളുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ എഴുതേണ്ടത്.